PV അൻവർ MLA-ക്കെതിരെ MR അജിത് കുമാർ. തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അജിത് കുമാർ DGPക്ക് മൊഴി നൽകി. തനിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വത്ത് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, അങ്ങനെ MR അജിത് കുമാർ DGPക്ക് മുന്നിൽ പറയുന്നു, പിന്നിൽ ബാഹ്യശക്തികളുണ്ട്, ഗൂഢാലോചനയുണ്ട്. അതായത് അൻവറിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന്. അൻവർ ഇടത് MLA ആണല്ലോ, അപ്പോൾ അത് ആരായിരിക്കുമെന്നൊരു ചോദ്യം നിർണായകമാണ് അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഒരു വിവാദങ്ങളിലേക്ക് വഴി സൃഷ്ടിച്ച ഒരു നിലപാടുകളായിരുന്നു പരസ്യമായി തന്നെ PV അൻവർ MLA പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. ആ വിവാദം സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി. ഒപ്പം തന്നെ CPM-നെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ADGP PV അൻവറിനെതിരെ ADGP MR അജിത് കുമാർ PV അൻവറിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. DGPക്കാണ് മൊഴി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ നടക്കുന്ന ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും ഗൂഢാലോചനയുണ്ട്. തന്നെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം ഒരു വിഭാഗം ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഇതിനെതിരെ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യവും ADGP DGPക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ സാധിക്കുന്നത് MR അജിത് കുമാറിനെതിരെ ഉയർന്ന സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. അദ്ദേഹത്തിന് അനധികൃതമായ സ്വത്ത് സമ്പാദ്യമുണ്ട് എന്ന് PV അൻവർ പല ഘട്ടങ്ങളിലായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കടക്കാൻ തയ്യാറാകാത്ത സാഹചര്യമായിരുന്നു പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നത്. അതിൽ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് വിജിലൻസിന് കടക്കാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രാഥമികമായ വിജിലൻസിന്റെ അന്വേഷണം പോലും ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേക കാര്യം. അതിൽ നിലപാട് മുഖ്യമന്ത്രി കടുപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സ്വത്ത് വിവരങ്ങളുടെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ മാത്രമേ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഒരു പടി മുന്നേ എറിഞ്ഞ് ADGP ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, DGPക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ എല്ലാം തന്നെ അന്വേഷണ സംഘത്തെ അറിയിക്കുമെന്നും DGPക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു ആഭ്യന്തര വകുപ്പിലെ തന്നെ ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു വിഭാഗമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് DGPക്ക് മുന്നിൽ ADGP MR അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നത്. പരാതിക്കാരൻ എന്ന നിലയിലാണ് ADGPയോട് ഇത്തരത്തിലുള്ള മൊഴികൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതും തുടർന്ന് DGPക്ക് മുന്നിലാണ് മൊഴി നൽകിയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക, MR അജിത് കുമാറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യാവലികൾ, പ്രത്യേകിച്ച് സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യാവലികൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം നൽകണമെന്ന ഒരു ആവശ്യവും ഇപ്പോൾ ADGP നൽകിയിട്ടുണ്ട്. അത് തന്റെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖകൾ ഉൾപ്പെടുത്തി കൃത്യമായ വിവരങ്ങൾ നൽകും എന്ന് സംബന്ധിച്ച്, ചോദ്യാവലിക്ക് അനുസരിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൊഴിയും DGPക്ക് മുന്നിൽ ADGP ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്തായിരുന്നാലും രാഷ്ട്രീയ വിവാദങ്ങൾ ഈ വിഷയത്തിൽ കെട്ടടങ്ങുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അത് വിജിലൻസ് അന്വേഷണത്തിലേക്ക്, ADGPക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം LDF നടന്ന സമയത്തും ഇടതുമുന്നണി യോഗം നടന്ന സമയത്തും MR അജിത് കുമാർ വിഷയങ്ങൾ പരാമർശമുണ്ടായെങ്കിൽ പോലും കൃത്യമായ ഒരു നിലപാടിലേക്ക്, പ്രത്യേകിച്ച് MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം CPI പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചു. മാധ്യമങ്ങളോട് അതിശക്തമായി നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തുന്ന ഒരു സാഹചര്യം. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി LDF യോഗത്തിലേക്ക് CPIയും RJDയും എത്തുന്ന സമയത്ത് അവർ നിലപാടുകൾ കടുപ്പിക്കാതെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പത്തി മടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഈ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും MR അജിത് കുമാറിനെതിരെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ MR അജിത് കുമാറിന്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത്
ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കടക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം, ഭരണപക്ഷത്ത് തന്നെ ചിലർ ഒക്കെ ആരോപിക്കുന്നത് എന്താണ്? ഗൂഢാലോചന ഉണ്ടാകും, അൻവറിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നാണല്ലോ. സ്വാഭാവികമായും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നിടത്തോളം പിണറായി വിജയൻ കൂടിയല്ലേ തൃശങ്കുവിലാകുന്നത്? കാരണം അൻവർ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എം.ആർ. അജിത് കുമാർ പറയുന്നു ആരൊക്കെയോ അൻവറിന് പിന്നിലുണ്ട് എന്ന്. അതിങ്ങനെ പറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം മുഖ്യമന്ത്രിക്ക് എം.ആർ. അജിത് കുമാറിനോടുള്ള വിധേയത്വം എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ തൃശങ്കുവിലാവുക? ഓൾറെഡി ആണ്. തീർച്ചയായിട്ടും നിലവിൽ തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ PV അൻവർ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ഏറ്റവും അവസാനം ആ അന്ത്യത്തിലേക്ക്, വിവാദങ്ങളുടെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം PV അൻവർ MLA പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു നേതാവാണ്, MLA ആണ്, ജനപ്രതിനിധിയാണ്. ആ MLA ആണ് CPM-ൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന തരത്തിൽ മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണവുമായി മുന്നോട്ടെത്തുന്നത്. ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ അടുത്ത കാലത്തൊന്നും, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പരസ്യമായി പറയാൻ CPM-നുള്ളിലെ മറ്റു ഒരു നേതാക്കളും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അത് ബാധിക്കുക മുഖ്യമന്ത്രിയാണ്, ഈ വിവാദങ്ങൾ ബാധിക്കുക ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം PV അൻവർ MLA, കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ MLA മാധ്യമങ്ങളോട് അവസാനം കണ്ട സമയത്തും ആക്ഷേപമുയർത്തിയിരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയാണ്. ആ P ശശിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നതും ശക്തി നൽകുന്നതും മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യാന്വേഷണ പല റിപ്പോർട്ടുകളും, ആ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയെ കാണിക്കാതെ P ശശി പൂർത്തി എന്ന തരത്തിലുള്ള അൻവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു പരാതി പറഞ്ഞാൽ, പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ അത് എത്തുന്നത് ആരുടെ മേശയിലാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മേശയിൽ. പിന്നെ അതിന്റെ അവസ്ഥ എന്താകുമെന്ന് അൻവർ തന്നെ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് എം.ആർ. അജിത് കുമാറിനെ ഒന്ന് തൊടാൻ കഴിയുന്നില്ല, അൻവറിനെ നാവടക്കൂ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിനെതിരെ ഉള്ള നിലപാടുകൾ പരസ്യമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, CPM-ന്റെ നേതാക്കൾ തയ്യാറാകുന്നില്ല. CPM-ന്റെ മലപ്പുറം ജില്ലാ ഘടകം പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നിൽ, അപ്പോൾ അൻവറിന് പിന്നിൽ ഒരു പ്രധാന ശക്തിയുണ്ട്. ആ ശക്തി കേന്ദ്രം ആരാണ്? പാർട്ടിയിൽ നിന്ന് നൽകുന്ന പിന്തുണയാണോ? പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായി ഉയരുന്ന ഒരു പുതിയ CPM-നുള്ളിലെ പുതിയ രൂപമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ആക്ഷേപങ്ങളും വിവാദങ്ങളും പല ഘട്ടങ്ങളിൽ PV അൻവർ MLA ഉന്നയിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ PV അൻവർ MLA പല ഘട്ടങ്ങളിലും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിന് പിന്നിൽ CPM-നുള്ളിലെ വിഭാഗീയതയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ADGP എം.ആർ. അജിത് കുമാറിലേക്ക് വിഷയങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആക്ഷേപങ്ങളും ശക്തമായ രീതിയിൽ ഉയർത്തുന്നുണ്ട് PV അൻവർ. അത് ബാധിക്കുക മുഖ്യമന്ത്രിയെ തന്നെയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്താൻ PV അൻവർ MLA-ക്ക് ആരാണ് ശക്തി പകരുന്നത്? അത് CPM-നുള്ളിലെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്, CPM-ലെ പ്രധാന നേതാക്കൾ തന്നെയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുമ്പോൾ ഈ CPM നേതാക്കളൊക്കെ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം. ഈ അങ്ങോട്ട് സംസ്ഥാന സമ്മേളനം വരുമ്പോൾ വരെ എത്തുമ്പോൾ ഇത് അത്ര ഈസി ആയിരിക്കില്ല മുഖ്യമന്ത്രിക്ക്. പിടിമുറുക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല.